ഇന്നലെ രാത്രിയിൽ എൻ്റെ കളിക്കൂട്ടുകാരൻ എന്നെ പതിവില്ലാതെ ഫോൺ വിളിച്ചു. നീണ്ട 7 വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ എന്നെ വിളിക്കുന്നത്. ഉള്ളത് പറയാമല്ലോ, കുട്ടിക്കാലത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവും അവൻ തന്നെയായിരുന്നു. എൻ്റെ വീട്ടിലായാലും അവൻ്റെ വീട്ടിലായാലും പലഹാരം വാങ്ങിയാൽ അതിലേറെ പങ്കും അവൻ്റെ വയറ്റിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ബാലരമ എടുത്തും കൊണ്ടുപോയാൽ പിന്നെ അവനത് തിരികെ തരില്ല. കൂടാതെ 4ൽ പഠിക്കുന്ന പ്രായത്തിൽ എൻ്റെ കിടക്കയിൽ കിടന്നു മുള്ളിയിട്ട് ഞാനാണ് മുള്ളിയതെന്ന് പറഞ്ഞ് പരത്തിയവനാണവൻ. അന്നൊക്കെ അവനോട് എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നിയിട്ടുണ്ട്. എങ്കിലും എൻ്റെ കല്യാണത്തലേന്നും കല്യാണത്തിൻ്റെ അന്നും എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്നത് അവനായിരുന്നു. ഞാൻ ഭർത്താവിനൊപ്പം പോകാനായി കാറിൽ കയറും മുമ്പ് അവൻ ഓടി വന്നെൻ്റെ വിരലിലൊരു മോതിരം അണിയിച്ചു. ഞാൻ നിനക്ക് വാങ്ങിയ ഗിഫ്റ്റടി, തിരക്കിനിടയിൽ ഇപ്പോഴാ തരാൻ സമയം കിട്ടിയത്. സദ്യ വിളമ്പലിൻ്റെ ഇടയിൽ വിയർത്ത് കുളിച്ച് ഓടിയെത്തിയതാണ് അവൻ. സത്യം പറഞ്ഞാൽ ആ നിമിഷത്തിലാണ് ഞങ്ങൾക്ക് പഴയ ഞങ്ങളെ നഷ്ടമാകുമല്ലോ എന്ന് ഓർമ്മ വന്നത്. ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോയതും ആലിപ്പഴം തട്ടിപ്പറിച്ചതും മഴ നനഞ്ഞതും അങ്ങനെ മധുരമുള്ള എത്രയെത്ര ഓർമ്മകളാണെന്നോ ഹൃദയത്തിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അല്ലെങ്കിലും ബാല്യകാല സൗഹൃദത്തിൻ്റെ ആഴം അളവില്ലാത്തതാണല്ലോ. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ കുടുംബവും പ്രാരാബ്ദവും എൻ്റെ ജോലിയുമൊക്കെയായി മുന്നോട്ട് പോയപ്പോൾ അവൻ വിദേശത്തേക്ക് പോയി. അവനെ അവസാനമായി കണ്ടത് ഞങ്ങളുടെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവത്തിനായിരുന്നു. അന്നും അവൻ പഴയ പോലെ എൻ്റെ കയ്യിൽ പിടിച്ചും കൊണ്ടുപോയി എനിക്ക് കുപ്പിവളകൾ വാങ്ങിത്തന്നു, ഐസ്ക്രീം വാങ്ങിത്തന്നു. നീ പോയതോടെ ഒരു രസവുമില്ലടി എന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവിനോട് ഇതേ ഈ പൊട്ടിക്കാളിയെ നന്നായി നോക്കിക്കോണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഭർത്താവിന് അവനെ വലിയ ഇഷ്ടമാണ്. അവൻ ഭയങ്കര നിഷ്കളങ്കനാണെന്ന് അദ്ദേഹം പറയും. 3 കൊല്ലം മുമ്പ് അവൻ അവൻ്റെ വിവാഹത്തിന് എന്നെ ക്ഷണിച്ചിരുന്നു. എന്നാൽ എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ സമയമായതുകൊണ്ടും എനിക്ക് പോകാനൊത്തില്ല. നമ്പറുണ്ടെങ്കിലും ഞാൻ അവനെയോ അവൻ എന്നെയോ വിളിക്കാറില്ല. അങ്ങനെ വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്ന, എപ്പോഴും വിശേഷങ്ങൾ തിരക്കുന്ന 2 സുഹൃത്തുക്കളൊന്നുമല്ല ഞങ്ങൾ. അങ്ങനെയുള്ള അവൻ രാത്രിയിൽ എന്നെ വിളിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഉൾഭയം തോന്നി. അല്ലെങ്കിലും പതിവ് തെറ്റിയെത്തുന്ന ഫോൺ കോളുകൾ എന്നും എന്നെ ഭയപ്പെടുത്തിയിരുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ ഒറ്റക്കരച്ചിൽ. അത് കേട്ടതും ഞാൻ വല്ലാതായി. പൊതുവെ എത്ര വിഷമമുണ്ടെങ്കിലും പുറമെ കരയുന്നവരല്ല പുരുഷന്മാർ. ഇതിപ്പോൾ അവൻ പൊട്ടിക്കരയുകയാണ്. ഞാൻ തെല്ലുനേരം മൗനമായി. അവൻ കരയുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്താ പ്രശ്നമെന്ന്. എനിക്ക് അവസാനമായി നിന്നോട് സംസാരിക്കണമെന്ന് തോന്നിയടി. നാളെ ഞാൻ ഈ ലോകത്തിലില്ലെങ്കിൽ നീ വേണം എൻ്റെ അമ്മയെ അച്ഛനെയും ആശ്വസിപ്പിക്കാൻ. അവൻ വിങ്ങിപ്പൊട്ടി. എടാ എന്താടാ പ്രശ്നം? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറ, ഞാനില്ലേ നിൻ്റെ കൂടെ. നീ ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് വാ. ഇവിടെ എൻ്റെ ഭർത്താവുണ്ട്, നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും സംസാരിക്കാം. നീ ഇങ്ങ് വാ, ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. ഇല്ലടി, ഞാൻ വരുന്നില്ല. മര്യാദയ്ക്ക് വന്നോ, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. വേഗം വരാൻ നോക്ക്. എടാ, ഈ ഭൂമിക്ക് താഴെ നിനക്കെന്ത് വലിയ പ്രശ്നമുണ്ടെങ്കിലും കട്ടക്ക് കൂടെ നിൽക്കാൻ ഞാനില്ലേ, നീ ഇങ്ങ് വാ. വരാം. ഞാനും ഭർത്താവും അവനെ കാത്തിരുന്നു. ഏകദേശം 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ആയപ്പോഴേക്കും അവൻ എത്തി. അവൻ്റെ കോലം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അവൻ വല്ലാതെ ക്ഷീണിച്ചിരുന്നു. മുടിയും താടിയും ഒക്കെ വളർത്തി വല്ലാത്തൊരു രൂപം. അദ്ദേഹം അവനെ അകത്തേക്ക് ക്ഷണിച്ചു. ഞാൻ അവൻ്റെ അരികിലിരുന്നു. എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എടി, ഭാര്യയെ കൊണ്ട് മടുത്തു. വിവാഹം കഴിഞ്ഞ് 2 ആഴ്ചക്കുള്ളിൽ ഞാൻ വിദേശത്തേക്ക് മടങ്ങിയിരുന്നു. അച്ഛനും അമ്മയ്ക്കും വീട്ടിലൊരു സ്വാതന്ത്ര്യവും കൊടുക്കില്ല അവൾ എന്തോ ബാധ്യത പോലെയാണ് അവൾക്ക്. സഹികെട്ടപ്പോൾ ഞാനും അവളെ വിദേശത്തേക്ക് കൊണ്ടുപോയി. പക്ഷേ അവിടെ കൊണ്ടുവന്നതും എൻ്റെ സമാധാനം അത്രയും പോയി. എന്തിനും ഏതിനും വഴക്കും സംശയവും. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ പോലും തോന്നിയില്ല. വല്ലാതെ മടുത്തപ്പോൾ ഞാൻ അവളെയും കൊണ്ട് നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. പെണ്ണൊരുമ്പെട്ടല്ലെന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്നെ അവൾക്ക് വല്ലാത്ത സംശയമാണ്. എനിക്കൊരു ഫോൺ വന്നാൽ പോലും അവളാണ് ആദ്യം കോളെടുക്കുന്നത്. എൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് വന്നാൽ പോലും അവൾ എടുത്തു നോക്കും. വല്ലാത്ത സംശയരോഗമാണ്. മടുത്തു. സഹികെട്ടപ്പോൾ ഒരു ദിവസം ഞാൻ അവളോട് ദേഷ്യപ്പെട്ടു. മര്യാദയ്ക്ക് നിൽക്കാനാണെങ്കിൽ ഇവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു. അന്ന് അവൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എൻ്റെ അമ്മയും അച്ഛനും അവളുടെ സ്ത്രീധനത്തിൻ്റെ പേരിൽ വഴക്കാണെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. എന്നോടുള്ള ദേഷ്യം അവരോടും തീർത്തു.
പാവം അച്ഛനും അമ്മയും. അങ്ങനെയൊന്നും അവർ മനസ്സിൽ പോലും കരുതിയിട്ടില്ല. സ്വന്തം മകളെ പോലെ തന്നെ കരുതി അവളെ സ്നേഹിക്കുന്നവരായിരുന്നു അവർ. ഒടുവിൽ ഞാൻ അവളോട് മാപ്പ് പറഞ്ഞപ്പോൾ അവൾ പരാതി പിൻവലിച്ചത്. ഇങ്ങനെ മനസ്സമാധാനം തകർക്കുന്നവളെ എന്തിനാണ് ഭാര്യയായി കൂടെ കൊണ്ട് നടക്കുന്നതെന്ന് തോന്നിയപ്പോൾ ഞാൻ ഡൈവോഴ്സിനെ കുറിച്ച് ആലോചിച്ചു. പക്ഷേ അവൾ ആത്മഹത്യാ ഭീഷണിയാണ്. ഞാൻ ഡൈവോഴ്സ് ചെയ്താൽ അവൾ ഉറപ്പായും മരിക്കുമെന്ന്. എന്നോടുള്ള ദേഷ്യമെല്ലാം അവൾ അച്ഛനോടും അമ്മയോടുമാണ് തീർക്കുന്നത്. മടുത്തപ്പോൾ അച്ഛനും അമ്മയും അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് പോയി. അയൽക്കാർ പോലും അവളുടെ വെറുപ്പ. വയ്യാടി മടുത്തു ഞാൻ. അവൻ കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞു. ഇതാണ് പ്രശ്നം? ഇതിനാണോ ഇങ്ങനെ വിഷമിക്കുന്നത്? എടാ, അങ്ങനെയുള്ള സാധനത്തിനിട്ട് നല്ല പണി കൊടുക്കണം. അല്ലാതെ ആ പേരും പറഞ്ഞ് പട്ടി മോങ്ങുന്നത് പോലെ മോങ്ങിക്കൊണ്ടിരിക്കുകയല്ല വേണ്ടത്. അങ്ങനൊരു കിഴങ്ങൻ ഞാൻ അവൻ്റെ ചെവിയിൽ പിടിച്ചു. എൻ്റെ ഭർത്താവ് അല്പനേരം ആലോചനയിലിരുന്നു. ഇനി തൻ്റെ ഭാര്യ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവൾ അറിയാതെ അതൊക്കെ റെക്കോർഡ് ചെയ്യണം. അതിൽ അവളുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ ഉൾക്കൊണ്ടിരിക്കണം. എന്നിട്ട് ധൈര്യമായിട്ട് ഡൈവോഴ്സിനുള്ള കാര്യങ്ങൾ ചെയ്യും. ആദ്യം അവളുടെ വീട്ടുകാരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ ഒപ്പം അവളെ പറഞ്ഞയക്കണം. ഇങ്ങനെയുള്ളതിനെ ചുമന്ന് സ്വന്തം ജീവിതം കളയേണ്ടതുണ്ടോ? ഇത്തരം സ്ത്രീകളെ കൗൺസിലിംഗ് കൊണ്ടൊന്നും നേരെയാക്കാൻ കഴിയില്ല. വെറുതെ നമ്മുടെ ജീവിതം കളയാമെന്ന് മാത്രം. അങ്ങനെയുള്ളതിനെ ഒഴിവാക്കുക, അത്ര തന്നെ. എൻ്റെ ഭർത്താവ് അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അദ്ദേഹം കുറേ നിയമവശങ്ങളൊക്കെ അവനോട് പറഞ്ഞു. ഞാനും അദ്ദേഹം അവനെ ആവും പോലെ ആശ്വസിപ്പിച്ചു. അവൻ എന്തായാലും ഞങ്ങൾ പറഞ്ഞതുപോലെ ധൈര്യത്തോടെ നിന്നു. ഡൈവോഴ്സ് ആയ ദിവസം അവൻ ഞങ്ങളെ കാണാൻ വന്നിരുന്നു. അവൻ അടുത്ത മാസം വിദേശത്തേക്ക് തന്നെ പോവുകയാണ്. അന്ന് ഞാൻ അവനെ ഒരുപാട് കളിയാക്കി. ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ജീവൻ തന്നെ കളയാൻ തോന്നിയ അവസാന നിമിഷമാണ് അവൻ എന്നെ വിളിച്ചത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ രാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ പറ്റുമ്പോൾ സ്വന്തം ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ തളർന്നു പോകുന്നവരാണ് ഏറെ മനുഷ്യർ. പ്രത്യേകിച്ചും അവനവൻ്റെ പങ്കാളിൽ നിന്ന് ഒരു പ്രശ്നം വന്നാൽ അതവരെ വല്ലാതെ തളർത്തിക്കളയും. നമ്മെ സ്നേഹിക്കാത്തവരിൽ നിന്ന്, നമുക്ക് സമാധാനം തരാത്തവരിൽ നിന്നും ഇറങ്ങി നടക്കാൻ എല്ലാ മനുഷ്യരും ശീലിക്കേണ്ടിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് എന്തിനാണ് ജീവിക്കുന്നതെന്ന തോന്നൽ ശക്തമാകുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ആരെയെങ്കിലും വിളിക്കണം. അവർ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാതിരിക്കില്ല. ഒന്നുമല്ലെങ്കിൽ തിളച്ചുമറിയുന്ന ഹൃദയത്തിൽ അല്പം തണുപ്പ് പകരാനെങ്കിലും അവർക്ക് കഴിയും. അതുകൊണ്ട് ഒരൊറ്റ ആളെയെങ്കിലും ജീവിതത്തിൽ നമ്മുടേതായി കരുതി വച്ചേക്കണം.